ഹായ് വെൽക്കം ടു എച്ച് വേൾഡ്. സോ നമ്മൾ TCPU ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ റോളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടാണ്. സോ എൻഷുർ സെറ്റിംഗ് അപ്പ് ഓഫ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് ആൻഡ് വില്ലേജ് ലെവൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ടു പ്രിവെൻറ്റ് സിറ്റുവേഷൻ വിച്ച് മേക്സ് ചിൽഡ്രൻ വൾണറബിൾ. സോ DCPUവിൻ്റെ ഫംഗ്ഷൻ ആണല്ലേ ഡിസ്ട്രിക്ട് തലത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റീസ് സെറ്റ് ചെയ്യുക. സോ അതെന്തിനാണ്? അതുപോലെ സെറ്റ് ചെയ്താൽ പോരാ, അതിലൂടെ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാം. ഒരുപാട് നല്ല പുതിയ പുതിയ പ്രോഗ്രാംസ് കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളുടെ പ്രൊട്ടക്ഷനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് DCPUവിൻ്റെ റോളിൽ വരുന്നതാണ്. Next is network and coordinate with all government departments to build intersectoral linkage at district level on child protection issues, including Department of Health, Education, Social Welfare, Urban Development, SC/ST, backward classes and minorities, youth services, police, judiciary, labor, state aids control society, etc. സോ പല മേഖലയുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് DCPUവിൻ്റെ റോളിൽ വരുന്നതാണ്. സോ അതിൽ ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പല സെക്ടേഴ്സ് ഉണ്ടല്ലേ, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ. സോ അങ്ങനെ പല പല ഏരിയാസുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോർഡിനേഷൻ ഗവൺമെൻറ്റുമായിട്ടൊരു കോർഡിനേഷൻ കണ്ടെത്തേണ്ടത് DCPCUവിൻ്റെ മറ്റൊരു റോളാണ്. ഡെവലപ്പ് പാരാമീറ്റേഴ്സ് ആൻഡ് ടൂൾസ് ഫോർ എഫക്റ്റീവ് മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഏജൻസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡിസ്ട്രിക്ട്സ്. അതുപോലെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള അവിടെയുള്ള ഓരോ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് അത് എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെയുള്ള റോള് DCPUവിനാണ് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്തുള്ള. Supervise and monitor all institutions or agencies providing residential facilities to children in district to ensure quality standard laid down in rule. So Rule 36. So ഈ DCPCUവിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് എല്ലാ റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റെസിഡൻഷ്യൽ ഫെസിലിറ്റിയിലും അവിടെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ട് അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമെല്ലാം നോക്കേണ്ടത് DCPCUവിൻ്റെ റോളിൽ വരുന്നതാണ്. Train and build capacity of all personnel including CWC, JJB, SJPU, caretakers of CCI, media, CBO, NGOs, all departments in implementing the act to provide effective services to children. കുട്ടികൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള പേഴ്സണൽസ് ഉണ്ടല്ലോ, സോ അവർക്കുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് DCPCUവിൻ്റെ ഫംഗ്ഷനിൽ വരുന്ന റോളിൽ വരുന്നതാണ്. അത് അവിടെ CWCക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ JJB അല്ലെങ്കിൽ SJPക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കപ്പാസിറ്റി അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസും സെറ്റ് ചെയ്യേണ്ടതും ഈ ഒരു DCPUവിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. Organize quarterly meeting with all stakeholders at district level, including child line officer in charge of homes, NGOs and members of public to review the progress and implementation of the act. സോ അതുപോലെ ക്വാർട്ടർലി മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക. അതെന്ന് പറയുമ്പം പല ഡിസ്ട്രിക്ട് തലത്തിലുള്ള ചൈൽഡ് ലൈൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഹോമിലുള്ള ഓഫീസേഴ്സ്, സോ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലുള്ള മുഖ്യ ആൾക്കാരെയും വിളിച്ച് വരുത്തി ഒരു ക്വാർട്ടർലി മീറ്റിംഗ് നടത്തി അവിടെയുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായിട്ട് പ്രോഗ്രഷൻസ് നടത്തുക, പുതിയ പുതിയ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവർക്കുള്ള മീറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ലിയേഷൻ വിത്ത് ദ SGPU ആൻഡ് DCPUs ഓഫ് അതർ ഡിസ്ട്രിക്ട്സോ അതുപോലെ തന്നെ ഒരു റിലേഷൻ വെക്കണം SGPU ആയിട്ടും അതുപോലെ മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ള DCPUസുമായിട്ട് ഒരു റിലേഷൻ നടത്തുക. കോർഡിനേറ്റ് വിത്ത് ഏജൻസീസ് ഇൻവോൾവ് ഇൻ ട്രാക്കിംഗ് ഓഫ് മിസ്സിംഗ് ചിൽഡ്രൻസ്. അതുപോലെ മിസ്സിംഗ് ആയ കുട്ടികളെ ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അത് ഏതെങ്കിലുമൊക്കെ ഏജൻസീസുമായിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റിംഗ് വിത്ത് ഏജൻസീസ് ഇൻവോൾവ് ഇൻ സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഫോർ ഡ്രഗ് ഡി അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സർവീസസ്. അതുപോലെ കുട്ടികളിൽ ഉള്ള ഡ്രഗ് ഡി അഡിക്ഷൻസ്, മെൻ്റൽ ഹെൽത്ത് സർവീസസ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുക.
And last role is coordination with the DLSA for ensuring availability of free legal aid to juveniles or the child. So DLSA എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആണ്. സോ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റീസുമായിട്ട് കോർഡിനേഷൻ വയ്ക്കുക. എന്തിനാണ്? ഫ്രീ ലീഗലായിട്ടുള്ള ലീഗൽ എയ്ഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഒരു കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരുമായിട്ടൊരു കോർഡിനേഷൻ വയ്ക്കുക, അല്ലെങ്കിൽ അതൊരു അവൈലബിലിറ്റി പോസിബിലിറ്റി നോക്കി വയ്ക്കുക. സോ ഇത്രയുമാണ് റോൾ ഓഫ് DCPCU-ൽ വരുന്നത്. സോ ഇനി നമുക്ക് MCQs നോക്കാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ക്യാൻ അച്ചീവ്ഡ് ത്രൂ റിഡ്യൂസിങ് റിസ്ക് ടു അബ്യൂസ്, റിസ്റ്റോറേഷൻ ഓഫ് ഹോപ്പ് ടു സർവൈവേഴ്സ് ഓഫ് അബ്യൂസ്, ക്രിയേറ്റിംഗ് പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് ഫോർ ചിൽഡ്രൻ. സോ ഓൾ ആണ് ആൻസർ വരുന്നത്. ഇതിലൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ചൈൽഡ് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താം. 2 refers to a dash refers to a state of being in which a person is likely to be in a risky situation, suffering significant physical, emotional or mental harm that may result in their human rights not being fulfilled. So ഇതിനെ നമ്മൾ vulnerability എന്നാണ് പറയുന്നത്. The child protection means reducing their vulnerability to any kind of harm and protecting them in harmful situation. സോ പ്രൊട്ടക്റ്റിംഗ് ചൈൽഡ് ഫ്രം അബ്യൂസ്. സോ ഇത് രണ്ടിനെയും നമുക്ക് എന്തെന്ന് പറയാം? ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഈ 4th വൺ ഡാഷ് പ്രൊമോട്ട് ഇൻ്റർ കൺട്രി അഡോപ്ഷൻ. ഇൻ്റർ കൺട്രി അഡോപ്ഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് CARA ആണ്. 5th വൺ ഡാഷ് പ്രോജക്റ്റ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് ചൈൽഡ് ലേബറേഴ്സ്. ചൈൽഡ് ലേബേഴ്സിൻ്റെ റീഹാബിലിറ്റേഷൻ വന്ന പ്രോജക്റ്റാണ് NCLP എന്ന് പറയുന്നത്. ഇനി സ്കീംസ് ഫോർ അസിസ്റ്റൻറ്റ് ടു ഹോം ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്നത് ശിശുഗ്രഹ ആണ്. 7th one, child in conflict with the law means one who is alleged to have committed an offence ആണ്. സോ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ചെയ്തിട്ട് അതുമായിട്ട് പോരാടുന്ന കുട്ടികളെയാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നോക്കാൻ അറിയാമല്ലേ? വൺ ഹു ഹാസ് കം ഇൻ കോൺടാക്ട് വിത്ത് ലോ ഐദർ ആസ് വിക്ടിം ഓർ വിറ്റ്നസ്. വിക്ടിം അല്ലെങ്കിൽ ഒരു വിറ്റ്നസ് എന്നുള്ള നിലയ്ക്ക് വരുന്നതല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ. സോ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ വൺ ഹു ഡസ് നോട്ട് ഹാവ് പാരൻസും അല്ല. ഇനി ICPS ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്നാണ്. ഇനി ICPS പ്രൊവൈഡ് കെയർ, സപ്പോർട്ട്, റിഹാബിലിറ്റേറ്റീവ് സർവീസസ്, സ്റ്റാറ്റ്യൂട്ടറി സപ്പോർട്ട് സർവീസസ്, ബോത്ത്. സോ ഇത് ബോത്താണ് ആൻസർ വരുന്നത്. ചൈൽഡ് ലൈൻ ഈസ് 24/7 എമർജൻസി ഫോൺ ഔട്ട്റീച്ച് സർവീസ് ആണ്. സോ അത് കറക്റ്റാണ്. ചൈൽഡ് ലൈൻ നമ്പർ 1098 ആണ്, അതും കറക്റ്റാണ്. ഇനി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1998 അല്ല, 1999 ആണ്. സോ ഇപ്പോൾ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 11th one, choose the statutory support services provided by ICPS. ICPSൻ്റെ കീഴിൽ വരുന്ന നിയമാനുസൃതമായിട്ടുള്ള സർവീസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CWC വരും, JJBS വരും, SGPUSും വരും. സോ ഓൾ ആണ്. 12th ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ICPS സ്കീം. സോ അത് DCPS ആണ്, DCPU അല്ല, PS ആണ്. 13 dash committee is for the review and sanction of sponsorship and foster care fund. So sanction സ്പോൺസർഷിപ്പിനും ഫോസ്റ്റർ കെയർ ഫണ്ടിനും വേണ്ടിയുള്ള സാങ്ഷന് ഉപയോഗിക്കുന്ന കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ SFCAC ആണ്. 14 ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ചൈൽഡ് ലൈൻ ഇന്ത്യ അസോസിയേഷൻ. സോ അത് മുംബൈയിലാണ്. ഇനി ഡാഷ് ഹാസ് ലയേഷൻ വിത്ത് DCPS ആൻഡ് പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദ in carrying out the process of rehabilitation. Dash has liaison with the DCPS and provide technical support to the CWC ആണ്, Child Welfare Committee, in carrying out the process of rehabilitation and social reintegration of all children through sponsorship, foster care in countries and inter-country adoption. So ഇത് SARA ആണ്. 16 dash has responsibility for carrying out all children protection, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. സോ ഒരു കൺട്രിയിലുള്ള എല്ലാ കുട്ടികളുടെ പ്രൊട്ടക്ഷനും ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള റിസർച്ചും അതുപോലെ ട്രെയിനിങ് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നത് NIPCCD ആണ്. സോ ഓപ്ഷൻ A. 17 dash is a statutory body appointed as competent authority for all children in need of care and protection by the Juvenile Justice Act. So Child Welfare Committee ആണ്. 18 child can be brought before the Child Welfare Committee by police officer, any public servant, social worker, all. So all ആണ് ആൻസർ വരുന്നത്. Which is not a function of CWC.
ടേക്ക് കോഗ്നിഷൻസ് ഓഫ് ആൻഡ് റിസീവ് ചിൽഡ്രൻ പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കമ്മിറ്റി. സോ അത് കറക്റ്റാണ്. ഒരു കുട്ടിയെ കമ്മിറ്റിക്ക് മുമ്പ് എത്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള എല്ലാ അറിവും ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ഉണ്ടായിരിക്കണം. ഡിസൈഡ് ഓൺ ദ മാറ്റർ ബ്രോഡ് ബിഫോർ ദ കമ്മിറ്റി. സോ ഇനി എന്ത് കാരണം കൊണ്ടാണ് അവിടെ കൊണ്ടുവന്നതെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണം. ഡിക്ലെയർ ചൈൽഡ് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ. സോ കുട്ടിയെ ഫ്രീ അഡോപ്ഷൻ എടുക്കാമെന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ CWCയുടെ കീഴിൽ വരുന്നതാണ്. അടുത്ത ഫോർത്ത്, മെയിൻറ്റെയിൻ റിലേഷൻസ് വിത്ത് സുപ്രീം കോർട്ട്. സോ സുപ്രീം കോർട്ടുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളതല്ല. സോ അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാമാണ് വരുന്നത്. 1, 2, 3 ആണ്. 20. The purpose of separate court for juvenile is that its purpose is socio-legal rehabilitation and reformation and not punishment ചെയ്യുക എന്നുള്ളതല്ല. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.